ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കാൽഷ്യം എങ്ങനെ പ്ലാന്റ് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു മുട്ടത്തൊണ്ട് പൊടിച്ചത് അങ്ങനെ തന്നെ പ്ലാന്റ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട സമയത്ത് അബ്സോർബബിൾ ആയിട്ടുള്ള ഫോമിൽ പ്ലാന്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിൽ അത് അവൈലബിൾ ആകില്ല. അപ്പോൾ അത് നമുക്ക് പ്ലാന്റ്സിന് ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. അല്ലാതെ സോളിയബിൾ ആയിട്ടുള്ള ഫോമിൽ കാൽഷ്യം അവൈലബിൾ ആണ് അഗ്രോ മാർക്കറ്റിൽ. പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഗ് ഷെൽ പൗഡർ എങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആക്കിയെടുക്കാം എന്നാണ്. അതിനാദ്യം മുട്ടത്തൊണ്ട് നല്ലോണം കഴുകി അതിൻ്റെ ഉള്ളിലുള്ള മെംബ്രെയിൻ ഒരു പാട പോലത്തെ ഒരു സാധനമുണ്ട്, അത് മാറ്റി പൊടിച്ചെടുക്കണം, ഉണക്കി പൊടിച്ചെടുക്കണം. ഒട്ടും വെള്ളം പാടില്ല അതിനകത്ത്. ആ മെംബ്രെയിൻ മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൽ ഫംഗസ് ആകാനായിട്ടോ ചാൻസ് ഉണ്ട്. അങ്ങനെ പൊടിച്ചെടുത്ത പൊടി പോലെയുള്ള മുട്ടത്തൊണ്ട് പൊടി അതിലേക്ക് ഒന്നിന് 10 കപ്പ് വിനീഗർ, ഒരു കപ്പിന് 10 കപ്പ്, ഒരു കപ്പ് മുട്ടത്തൊണ്ടിന് 10 കപ്പ് വിനീഗർ എന്നുള്ള രീതിയിൽ ഡിസോൾവ് ചെയ്തെടുക്കണം. പഴകിയ വിനീഗർ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇത് ഞാൻ പഴകിയ വിനീഗർ യൂസ് ചെയ്തതാണ്. പക്ഷേ ഇതിന് റിയാക്ഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് രണ്ടാമത് വേറെ പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു. ഇത് രണ്ടാമത് ഫ്രഷ് വിനീഗർ വെച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്, പഴകാത്ത വിനീഗർ. ഇത് 1 കപ്പ്, നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് മുട്ടത്തൊണ്ട് പൊടിക്ക് 10 കപ്പ് വിനീഗർ എന്നുള്ള രീതിയിൽ ഡിസോൾവ് ചെയ്ത് ഞാൻ അവിടെ നമ്മളിത് 7 to 10 ദിവസം, അത് 7 to 10 ദിവസം എന്ന് പറഞ്ഞാൽ 7 to 10 ദിവസം തന്നെ വെക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. ഇതിന് അളവും സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശരിക്കുള്ള വിനീഗർ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ അത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്ലാസ്സിൽ അത് തികഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. എന്നിട്ട് ഇത് മൂടി വെക്കുമ്പോൾ ടൈറ്റായിട്ട് മൂടാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. റിയാക്ഷൻ നടക്കുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഇതിൽ ചെറിയ ഹോൾസ് ഉണ്ടാക്കി, ചെറിയ പൊട്ടാതിരിക്കാൻ, എയറിനെ എസ്കേപ്പ് ചെയ്യാനുള്ള ഇത് മാത്രം. ഇല്ലെങ്കിൽ ലിഡ് ഫുള്ളായിട്ട് അടയ്ക്കാതിരുന്നാൽ മതി. ഇതാണ് അതിൽ നടക്കുന്ന റിയാക്ഷൻ. 10 ദിവസം കഴിയുമ്പോൾ 1 ഔൺസിന് 4 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്.